സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 34-ാം ദിനം. താൻ അനുഭവിച്ചറിഞ്ഞ ദൈവിക നന്മകൾ മറ്റുള്ളവരും അനുഭവിച്ചറിയണമെന്ന് മനഃപൂർവ്വമായി ആഗ്രഹിക്കുന്ന സങ്കീർത്തനക്കാരനെയാണ് 24-ാം സങ്കീർത്തനത്തിൽ നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്. തൻ്റെ തലമുറകൾ ദൈവഭയത്തിൻ്റെയും ഭക്തിയുടെയും മാർഗത്തിൽ മുതിർന്നു വരണമെന്നുള്ള അതിയായ അഭിലാഷം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദോഷങ്ങളെ വിട്ടകലുകയും നന്മ അന്വേഷിച്ച് പിൻപറ്റുകയും ചെയ്യുന്ന ഒരു ക്രിയാത്മക ധാർമ്മിക ശൈലി ഇവിടെ വ്യക്തമാകുന്നുണ്ട്. ഈ നോമ്പ് കാലങ്ങളിൽ നാം ചെയ്യേണ്ടുന്ന ചില ചിന്താശകലങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എളിയവനായിരുന്ന താൻ ദൈവമുഖത്തേക്ക് നോക്കുകയാൽ തൻ്റെ മുഖം പ്രകാശമാകുകയും താൻ ശക്തിപ്പെടുകയും ചെയ്തു. അതിൻ്റെ വർണ്ണനകൾ ദൈവസ്തുതികളായി ഉയരുകയാണ്. തൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ തൻ്റെ സ്തുതി വചനങ്ങളെ പ്രാധാന്യമുള്ളതായി ഇവിടെ സങ്കീർത്തനക്കാരൻ അവതരിപ്പിച്ചിരിക്കുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലും സാമൂഹിക നിലകളാലും സംഭവങ്ങളുടെ പരിണാമഫലമായും തകർച്ചകളും വീഴ്ചകളും അനുഭവിക്കുന്ന സകല എളിയവരും ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെ അറിയുവാൻ തൻ്റെ അനുഭവം സഹായകരമാകുമെന്ന് ദാവീദ് വിശ്വസിക്കുന്നു. രാജകൊട്ടാരത്തിൽ നിന്ന് തള്ളിയിറക്കപ്പെട്ട് ഫെലിസ്ത്യ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അഭയം തേടിയ ദാവീദിൻ്റെ തകർച്ചയിൽ നിന്ന് തന്നെ വിടുവിച്ച ദൈവത്തെ തൻ്റെ അനുഭവത്തോടുകൂടി പറയുകയാണ്. ആ ദൈവത്തെ നമുക്കും രുചിച്ചറിയുവാൻ ഈ നോമ്പ് നാളുകളിൽ കഴിയണം. കാട്ടിലെ രാജാക്കന്മാരായ ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കേണ്ടി വന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരില്ല എന്നത് ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തമാണ്. പ്രിയരെ, യഹോവയെ ഭയപ്പെടുന്നത് കൊണ്ട് മറ്റ് സകല ഭയങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കപ്പെടുകയാണ്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രമത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നതിനാൽ അത് ദൈവനിന്ദയായിത്തീരുന്നു. അത്തരം അനുസരണക്കേടിൻ്റെ ദുരിതഫലം ഇന്നും പ്രകൃതിയിൽ നാം അനുഭവിക്കുമ്പോൾ ദൈവിക ക്രമത്തിലേക്ക് മടങ്ങി വരുന്ന ദൈവഭയത്തിൻ്റെ നാൾ വഴികൾ നാം ക്രമപ്പെടുത്തേണ്ടതുണ്ട്. ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക സ്വരൂപത്തിലായ നാം സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാതെ നന്മയ്ക്കായും ദൈവഭക്തിയോടും നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.